ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10th ഡേ ആയിരിക്കും നിഫ്റ്റി വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലെവലുകൾ എങ്ങനെയാണ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഇന്നും ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു ട്രെൻഡ് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് തന്നെയാണ് നമ്മളിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് 22,300 ടു 22,275 ലെവല് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഓൾസോ നമുക്കിവിടെ കറൻ്റ്ലി മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിമിലുള്ളൊരു ഫെയർ വാല്യൂ ഗ്യാപ്പിലും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ലെവലുകളും ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് താഴത്തേക്കുള്ള ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്താൽ മതി എന്നാണ് ഇന്നത്തെ ഒരു ട്രേഡിംഗ് വ്യൂ. എൻ്റെ ഒരു വ്യൂ ഇന്നത്തെ അത് തന്നെയായിരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ബ്രീച്ച് ചെയ്യുന്നതോടൊപ്പം സപ്പോർട്ട് കൂടി ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് 3 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പും അതിനോടൊപ്പം തന്നെ നമ്മുടെ സപ്പോർട്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇൻട്രാഡേ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്ന പിന്നെ ഒരു പുതിയ ലോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസ് ഫോളോ ചെയ്താൽ മാത്രമാണ് നമുക്ക് എൻട്രി കിട്ടുകയുള്ളൂ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ലിക്വിഡിറ്റി സ്വീപ്പാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇവിടെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും ലിക്വിഡിറ്റി സ്വീപ്പ്. അപ്പോൾ അത് കഴിഞ്ഞ് ലിക്വിഡിറ്റി സ്വീപ്പ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് മാർക്ക് ചെയ്യാം, നമുക്ക് എക്സ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവണം എന്ന് വെച്ചാൽ ഒരു ബിഗ് മൂവ്മെൻറ്റ്. അപ്പോൾ ആ ബിഗ് മൂവ്മെൻറ്റ് നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബിഗ് മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഓർഡർ ബ്ലോക്കും ഇൻട്രാഡേ ഫെയർ വാല്യൂ ഗ്യാപ്പും നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതായിരിക്കും നമ്മുടെ ഓർഡർ ബ്ലോക്ക് വരുന്നത്. ഓക്കെ, ഇതാണ് ഓർഡർ ബ്ലോക്ക് വരുന്നത്. ഫെയർ വാല്യൂ ഗ്യാപ്പ് ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് എൻട്രി എടുക്കാം. ഓക്കെ, ഓർഡർ ബ്ലോക്ക് കൂടെ മാർക്ക് ചെയ്തു. പക്ഷേ നമ്മൾ എല്ലാ വീഡിയോസിനും പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇക്വിലിബ്രിയം പൊസിഷൻ അതൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഫിബ് വെച്ചിട്ട് വരയ്ക്കുമ്പോൾ നമുക്കൊരു പ്രീമിയം ഡിസ്കൗണ്ട് സോണും കിട്ടും. അപ്പോൾ ഈ പ്രീമിയം ഡിസ്കൗണ്ട് സോണിൽ നമുക്ക് പ്രീമിയത്തിൽ മാത്രമാണ് സെല്ല് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ വരച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മുടെ പ്രീമിയം സോണിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അതിന് തൊട്ട് മുകളിലായിട്ട് ഇപ്പോൾ നമുക്ക് രണ്ട് എൻട്രി എടുക്കാൻ പറ്റും. ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എൻട്രി എടുക്കാൻ പറ്റും, ഒ ബിയിലും എൻട്രി എടുക്കാൻ പറ്റും, ഓർഡർ ബ്ലോക്കിലും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമുക്ക് എൻട്രി എടുക്കാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് നമ്മളെപ്പോഴും അതിൻ്റെ മുകളിലായിട്ട് ഇക്വിലിബ്രിയത്തിൻ്റെ മുകളിലായിട്ട് വയ്ക്കാം. അപ്പോൾ ഇൻ കേസ് നമുക്ക് ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് ജസ്റ്റ് ഒരു സ്പൈക്ക് തന്നത് തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഇവിടെ 1:4 റേഷ്യോയിലാണ് നമ്മളിന്ന് ട്രേഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 22,200 22,190 ലെവലിൽ വീണ്ടും ഒരു സപ്പോർട്ട് നമുക്ക് തൊട്ടടിയിൽ തന്നെ ഉണ്ട്. അതുമല്ല ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്കിവിടെ താഴെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. ഓൾസോ വീണ്ടും നമുക്ക് ഈ ഇക്വിലിബ്രിയത്തിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വർക്ക് 0.05 ഫിബ് വർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആ ഇക്വിലിബ്രിയം ഉണ്ടല്ലോ, അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവിടെ നിന്ന് എൻട്രി എടുക്കാം. പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണും എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻട്രാഡേ ഹൈയും ലോയും വെച്ചിട്ടാണ് നമ്മൾ പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് ഡിസ്കൗണ്ട് സോണുള്ളത്, അതായത് നമുക്ക് ഇക്വിലിബ്രിയത്തിൻ്റെ അവിടെ തുടങ്ങി നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്പും നമ്മുടെ സോണും അടുത്തടുത്തായി വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൽ നിന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. നമ്മൾ പക്ഷേ സ്റ്റോപ്പ് ലോസ് തൊട്ട് മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് മൂവ്മെൻറ്റ് കിട്ടുമല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ലാസ്റ്റ് 2 ദിവസം നമുക്ക് വളരെ സൈഡ് വൈസ് മൂവ്മെൻറ്റാണ് നമുക്ക് കിട്ടിയിട്ടിരുന്നത്. എന്നാൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ നമ്മൾ കൊടുത്തിരുന്ന സ്മോൾ ട്രേഡ്സൊക്കെ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ പ്ലാൻ ചെയ്തിരുന്ന ടാർഗറ്റ് എത്താനുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. സ്റ്റോപ്പ് ലോസും അടിച്ചിട്ടുണ്ടായിരുന്നില്ല,
ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ 2 ദിവസം. ഓൾമോസ്റ്റ് സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് ഫുൾ ഡേയും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വീഡിയോസ് റെക്കോർഡ് ചെയ്തെങ്കിൽ നമ്മൾ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല, ഒരു വളരെ ഡള്ളായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ലാസ്റ്റ് 2 ഡേയ്സിലത്തെ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നാണ് നമുക്ക് ആദ്യമായിട്ട് 2-3 ദിവസത്തിനിടയ്ക്ക് നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റുള്ള ദിവസം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി നമ്മൾ ഈ FVGയിൽ ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ താഴെയുള്ള ഹയർ ടൈം ഫ്രെയിമിലുള്ള അടുത്ത ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് മൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ തന്നെ നമുക്ക് വീണ്ടും ഒരു സപ്പോർട്ട് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 22,215 to 22,190 ലെവലിലാണ് നമ്മുടെ സപ്പോർട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ടും ഓൾമോസ്റ്റ് നമ്മുടെ അടുത്ത ഫെയർ വാല്യൂ ഗ്യാപ്പും ഒരുമിച്ചാണുള്ളത്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് പകുതിയോളം നമ്മുടെ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്കെന്നാലും വീണ്ടും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം എങ്ങനെയാണ് മൂവ്മെൻ്റ് എന്നുള്ളത്. നമുക്ക് അടുത്ത ലെവൽ ടാപ്പ് ചെയ്ത സ്ഥിതിക്ക് ചെറിയൊരു പുൾ ബാക്കും എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം. നമുക്ക് ടാർഗറ്റ് ഹിറ്റാവോ ഇല്ലയോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈ ടൈം ഫ്രെയിമിലുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അപ്വേർഡ് മൂവ്മെൻറ്റാണ് നമുക്ക് തരുന്നത്. മേ ബി നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് പോകുന്നതായിരിക്കും. ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എൻട്രീസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ ലെവലിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇനിയുള്ളൊരു എൻട്രി പൊസിഷൻ എന്ന് പറയുന്നത് ആ ഇക്വിലിബ്രിയം പൊസിഷനിലുള്ള ഒരു എൻട്രി തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി നമ്മൾ അതിന് മുകളിലായിട്ട് വെച്ചേക്കണത്. അത് ഈ ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനൊരു സ്റ്റോപ്പ് ലോസ് വെച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കാനില്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എന്താവുമെന്ന്. ഓൾമോസ്റ്റ് നമ്മുടെ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ വീണ്ടും ഫെയർ വാല്യൂ ഗ്യാപ്പിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 22,300 ഇപ്പോൾ റെസിസ്റ്റൻസ് സോണായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ സപ്പോർട്ടായിരുന്നു, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണായിട്ട് മാറും. അപ്പോൾ ഇങ്ങനത്തെ ഒരു എൻട്രി എക്സ്പെക്റ്റ് ചെയ്യുന്നത് 22,300ലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതിൽ ടാപ്പ് ചെയ്യുകയോ ഇല്ലയോ എന്ന്. ഓൾസോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഫ്രീ ആയിട്ട് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനും മറക്കരുത്. നമുക്കെന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അത് ടാപ്പ് ചെയ്യാണ്ട് വീണ്ടും ഫർദർ മൂവ്മെൻറ്റ് തരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. മേ ബി അത് ടാപ്പ് ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് വീണ്ടും വരാനും ചാൻസ് ഉണ്ട്. ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം എല്ലാവരും SMC യൂസ് ചെയ്യണം, എല്ലാവരും വെയിറ്റ് ചെയ്യണ ഒരു പൊസിഷൻ തന്നെയാണത്. അതുകൊണ്ട് തന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ എൻട്രി എടുക്കുന്നതായിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് ഏർലി എൻട്രി എടുത്തിരുന്നു, പക്ഷെ നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മളതിൻ്റെ മുകളിലായിട്ടാണ് വെച്ചിരുന്നത്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഞാൻ സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചിട്ട് ഒന്ന് മൂവ്മെൻറ്റ് തരുമോ അതോ ജസ്റ്റ് ഇക്വിലിബ്രിയം ടാപ്പ് ചെയ്തുകൊണ്ട് മൂവ്മെൻറ്റ് തരുമോ നമുക്ക് നോക്കാം. നമ്മുടെ പ്രീവിയസ് വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു എൻട്രിയും നല്ലൊരു എക്സിറ്റുമായിരുന്നു. ഓൾമോസ്റ്റ് 50 പോയിൻറ്റ്സ് നമ്മുടെ ടെലിഗ്രാം ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയും നിങ്ങൾ മറക്കരുത്. ഇതുപോലെ നമ്മൾ SMCനെ കുറിച്ച് പുതിയ നല്ല വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. ബേസിക്സ് തൊട്ട് അഡ്വാൻസ്ഡ് ഒരു ഫ്രീ കോഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനലിലൂടെ അത് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് പ്ലാൻ ഉണ്ട്. എല്ലാം സ്ലോ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി 5 years നമ്മൾ ഈ ഫീൽഡിലുണ്ടെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഇപ്പോൾ ഈ അടുത്തുണ്ട്, കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. കൂടുതൽ പേരുകളിലേക്ക് എത്തുന്നുണ്ട്, കൂടുതൽ പേർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അടുത്ത ലെവലിൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുകയാണ്. 22,300 ലെവലിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ലെവലുകൾ ആക്റ്റീവായി ഇനി നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് ഇല്ലാത്ത എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇനി മൂവ്മെൻറ്റ്. ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത സപ്പോർട്ട് ലെവലായ 22,200 ലെവലിലേക്ക് എത്തുകയില്ല. നമുക്കൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇന്നൊരു ലാസ്റ്റ് 2 ഡേയ്സിലെ പോലെ തന്നെ മറ്റൊരു മൂവ്മെൻറ്റായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നന്നായിട്ട് പേഷ്യൻസ് ഉള്ളവർക്ക് മാത്രമാണ് ഈ ദിവസങ്ങൾ ട്രേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നല്ലൊരു സ്ലോ മൂവ്മെൻറ്റ് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിലുള്ളത്. ഇപ്പോൾ നല്ല പേഷ്യൻസ് ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ കുറച്ചൊരു മൂവ്മെൻറ്റ് കിട്ടി കഴിയുമ്പോൾ
എക്സിറ്റ് ചെയ്യാനുള്ള തോന്നലുകളൊക്കെ ഉണ്ടാകും. കുറേ ടൈം എടുക്കുന്ന കാണുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഇതൊക്കെ അങ്ങനെയൊക്കെ തോന്നാം. പക്ഷേ നല്ല പേഷ്യൻസ് ഉള്ളവർക്ക് മാത്രമേ നമ്മൾ ടാർഗറ്റ് എത്ര വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ ഇവിടം വരെ കാണാൻ തന്നെ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കുറവുള്ളവരുണ്ടാവാം. ഇത് എല്ലാവർക്കും ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവും. പക്ഷേ അവർ ലേണിങ്ങിലുള്ള ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് അവർ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായിരിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വരെ കാണാനായിട്ടുള്ള പേഷ്യൻസ് തന്നെ ഉള്ളവർ കുറച്ച് പേരുള്ളൂ. ഞാൻ ഡാറ്റാസ് കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ട്രേഡിങ് ചെയ്യാനുള്ള ആഗ്രഹമുള്ള പോലെ തന്നെ എപ്പോഴും ലേണിംഗ് കൂടിയും ചെയ്യാനുള്ള ആഗ്രഹം കൂടി നിങ്ങൾക്ക് വേണം. എപ്പോഴും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതോടും നമ്മുടെ കഴിവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആഗ്രഹം മാത്രം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിൻ്റെ ഒപ്പം തന്നെ പഠിക്കാനുള്ളതും കൂടി നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ മുമ്പത്തെ ലോൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴും നല്ല സ്ലോ മൂവ്മെൻറ്റാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയായിരിക്കുമെന്ന്. ഓക്കെ, വീണ്ടും നമ്മുടെ 22,275 ലെവല് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു സോണാണ്, അത് റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ടാപ്പ് ചെയ്ത് ഇനി വീണ്ടും ഒരു ന്യൂ ലോയിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഫെയർ വാല്യൂ FVG, നമ്മുടെ ഹയർ ടൈം ഫ്രെയിമുള്ള FVG ബ്രേക്ക് ചെയ്ത് പോകുമെന്ന് നമുക്ക് കൂടി നോക്കാം. നമ്മുടെ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ 22,190 എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. വീണ്ടും നമ്മുടെ ഹയർ ടൈം ഫ്രെയിമുള്ള ഫെയർ വാല്യൂ ഗ്യാപ്പിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഹാഫ് ഓഫ് ദി മൂവ്മെൻറ്റ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. കുറച്ച് പേർക്ക് ഹൈ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യണവർക്ക് നിങ്ങൾക്ക് ഹാഫ് ഇവിടെ ബുക്ക് ചെയ്ത് ബാക്കിയുള്ളത് ഫുൾ ടാർഗറ്റിന് വേണ്ടി വയ്ക്കാം. അത് കുറച്ച് ക്വാണ്ടിറ്റീസ് എടുക്കുന്നവർക്കാണെങ്കിൽ എന്തായാലും ടാർഗറ്റ് ഹിറ്റ് ചെയ്യണവരെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ ലോങ് ടൈമിൽ പ്രോഫിറ്റ് കിട്ടിയോ നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് വീണ്ടും ഒരു ന്യൂ ലോ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതൊരു ഗുഡ് സൈനാണ്. ഇനിയിപ്പോൾ നമ്മുടെ സപ്പോർട്ട് ലെവൽ 22,215 to 22,190 ലെവല് കൂടി ബ്രേക്ക് ചെയ്യില്ലേ നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ടാർഗറ്റ് എന്തായാലും 1:4 നമ്മൾ വെച്ചിട്ടുള്ളൂ. ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു 22,190 സെക്ഷൻ വരെ, അതാണ് നമ്മുടെ സപ്പോർട്ടായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുവരെയുള്ള ടാർഗറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ആ സപ്പോർട്ട് കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് വളരെ താഴെയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ നമുക്കതിന് 1:4 നമുക്ക് വെച്ചാൽ മതി. 1:3 ആണ് നമ്മൾ മുമ്പത്തെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നത്. 1:4 തന്നെ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ലെവലും കൂടിയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം ടാർഗറ്റ് ഹിറ്റ് ആവില്ല എന്ന്. ഓൾമോസ്റ്റ് 2 ആഴ്ചയായി മാർക്കറ്റ് കണ്ടിന്യൂസ് ഫാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എവിടെയാണ് എത്തിയിട്ട് നിൽക്കാമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഓവറോൾ ഗ്ലോബലെല്ലാം നല്ല നെഗറ്റീവ് ന്യൂസ് തന്നെയാണുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ മേജറായിട്ട് ഇനി നമുക്ക് അടുത്ത ആഴ്ചയ്ക്ക് ഉള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 22K തന്നെയാണ്. 22K ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് ഫാൾ ചെയ്യാനുള്ള ചാൻസ് നമുക്ക് കാണുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വീക്കെൻഡ്. ഈ മാസത്തെയും എൻഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ 22Kയുടെ സപ്പോർട്ട് എടുക്കുമല്ലോ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഇപ്പം എന്തായാലും മാർക്കറ്റ് ഇത്രയും വേണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോക്കുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയ അവസരം തന്നെയാണ്. സ്മോൾ ക്വാണ്ടിറ്റീസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോങ് ടേമിൽ ബെനിഫിഷ്യലായിരിക്കും. എന്തായാലും മാർക്കറ്റ് കയറി വരും നമുക്കറിയാം. എത്ര വരെ പോകുമെന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ടാർഗറ്റും ഇതുവരെ ഹിറ്റ് ചെയ്തിട്ടില്ല. വളരെയധികം പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യണ ഡേയ്സുകളാണ് നമുക്കിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ ഈ ലെവലിലുള്ള ട്രേഡുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വെച്ചാൽ മാർക്കറ്റ് നോർമലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് കിട്ടും. ഏറ്റവും വേഴ്സ് മാർക്കറ്റാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ സർവൈവ് ചെയ്യണവർ തന്നെയാണ് മുമ്പോട്ട് പോവുകയുള്ളൂ. ഇതിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. കുറച്ച് ലോസ് കാണുമ്പോഴേക്കും പോകുന്ന ആൾക്കാരുകളായിരിക്കും കൂടുതൽ. ഇപ്പോൾ ഓൾമോസ്റ്റ് 5 years അതിൻ്റെ ഇടയിൽ കുറേ പേര് വന്ന് പോകുന്നു. അപ്പോൾ
കുറച്ച് ടൈം വേണ്ടി ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. നമ്മൾ ജോലി ചെയ്യണവരായിരിക്കും. അപ്പോൾ എന്നാലും ഇതിനു വേണ്ടി കുറച്ച് ടൈം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ലോങ് ടേമിൽ വളരെയധികം ബെനിഫിഷ്യലായിരിക്കും. ഫണ്ടമെൻ്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും എല്ലാവരും നിങ്ങൾക്ക് വെറുതെ ഉള്ള ഗ്യാപ്പുകൾ വരുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. ഓൾസോ നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റായിരിക്കുകയാണ്. 22,190 ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് ഇനി താഴത്തേക്ക് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. നമ്മുടെ ടാർഗറ്റ് എന്തായാലും ഹിറ്റായിട്ടുണ്ട് 1:4. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ഇനിയിപ്പോൾ വീണ്ടും ഒന്ന് മാർക്കറ്റ് താഴത്തേക്ക് തന്നെയാണ് പോകുന്നത്. രണ്ടാമത്തെ സപ്പോർട്ടും നല്ലൊരു മൂവ്മെൻറ്റിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും താഴത്തേക്കുള്ള പോക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ.